പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിതാ നമ്മുടെ ടീം ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയാണ് ഈ തിരിഞ്ഞു നിൽക്കുന്നത്. ക്യാമറ അവിടെ. അങ്ങനെ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അരുൺ ഗോപി നമുക്കൊപ്പം ഉണ്ട്. നമുക്കൊപ്പം പണിയ നൃത്തം അവതരിപ്പിക്കുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസം വേദിയിൽ കിടുക്കിയ നമ്മൾ പണിയ നൃത്തം എന്ന് പറയുമ്പോൾ അതൊരു ഗോത്ര കലാരൂപമാണ്. ആ ഗോത്ര കലാരൂപം ഒരു ട്രൈബൽ സ്കൂൾ തന്നെ. ക്യാമറ കൂടെ പോരും, നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടുത്താം. വിനേഷ് അളവണ്ണ, ഇത് നമ്മുടെ സ്കൂളിന്റെ പേര് MRS വടശ്ശേരിക്കര. ഇതൊരു ട്രൈബൽ സ്കൂളാണ്. SD പാർട്ടിന്റെ അണ്ടറിലുള്ള സ്കൂളാണ്. സാറിന്റെ പേര്? എന്റെ പേര് സുരേഷ് കുമാർ. നമ്മുടെ ടീം പെർഫോം ചെയ്ത് റിസൾട്ട് വന്നു. അവിടുന്ന് നമുക്ക് അപ്പീൽ വഴിയാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയിലെ ജില്ലയിലെ അപ്പീൽ വഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടുത്തെ ഫലം വന്നോ? അല്ല, ഇന്ന് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോ അവര് ഇപ്പൊ ചെയ്യാൻ പോകുന്ന പണിയ നൃത്തമാണ്. ഇന്നലെ മംഗലം കളിയായിരുന്നു. ഇന്ന് പണിയ നൃത്തമാണ്. ഇത് ഹൈസ്കൂൾ വിഭാഗമാണ്. ഹയർ സെക്കൻഡറി വിഭാഗം പണിയ നൃത്തത്തിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഇതെല്ലാം നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? പരിശീലകന്റെ പേര്? എന്റെ പേര് ആനന്ദ്. ഞാൻ എത്ര കാലമായിട്ട് ഈ ഗോത്രകലകൾ അഭ്യസിപ്പിക്കാൻ അല്ലെങ്കിൽ അത് പരിശീലിപ്പിക്കാൻ തുടങ്ങി? ആ മേഖലയിൽ വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയിട്ടുണ്ട്. ഈ സ്കൂൾ കലോത്സവങ്ങളിലേക്ക് ഈ കലാമേഖല വന്നപ്പോൾ എന്റെ കൂടെ നമുക്കപ്പോ നമ്മുടെ പാട്ടൊക്കെ ഒന്ന് റെഡിയാക്കണം. പാട്ടൊക്കെ കൊടുത്തോ? പാട്ടൊക്കെ റെഡിയാണോ? പാട്ട് ഇവിടുത്തെ നമ്മുടെ പാട്ട് റെഡിയാണ്. ഇവരുടെ പാട്ട് കൂടി ഒന്ന് റെഡിയാക്കണം. ആ പാട്ട് റെഡിയാക്കാനായിട്ട് നമ്മുടെ ഓഡിയോ ടീം അതൊന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാൻസിലേക്ക് കടക്കാം. അതിനു മുമ്പ് നമുക്ക് റെഡിയായ പാട്ടിന് 2 ചുവടുകൂടെ വെച്ചാലോ? റെഡിയല്ലേ? നമുക്ക് ഒന്നിച്ച് പൊളിക്കണ്ടേ? നമുക്ക് ഉഷാറാക്കല്ല. അപ്പൊ ബാഗൊക്കെ താത്തു വെച്ചോ, ബാഗൊക്കെ സൈഡ് ആക്കിക്കോ. നമ്മളിതേ ഇവിടെ ആംബുലൻസ് വന്നിരിക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് മാറി നിന്നാൽ നമുക്ക് ഇതാക്കാം നമ്മുടെ വേദി. റോഷി, വേദി ഇതുപോലെ. റോഷിക്ക് ഡാൻസ് കളിക്കാൻ ഈ വേദി ധാരാളമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ പാട്ട്, നമ്മുടെ ടീം എല്ലാം സെറ്റാക്കാൻ നമുക്ക് അതുവഴി ഒരു ആംബുലൻസ് പോയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വേദി ഒന്ന് മാറ്റി പിടിച്ചിരിക്കുന്നത്. അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനന്തപൂരമാണ്. കോഫി വിത്ത് സുജയിലെ അനന്തപൂരം. നമുക്കൊപ്പം അതിഥിയായിട്ട് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുണ്ട്. കുഞ്ഞുങ്ങളെ പരിപാലിക്കേണ്ട സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറിയെ നമ്മൾ ഇന്ന് ഈ പാട്ടിനനുസരിച്ച് 2 ചുവട് വെപ്പിച്ചിട്ട് ഇവിടുന്ന് വിടുള്ളൂ. ഇന്ന് ഇവിടെ എന്തെങ്കിലും നടക്കും. ഇന്ന് ഈ ശിശുക്ഷേമ സമിതിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരരംഗത്തുണ്ടല്ലേ? തീർച്ചയായും ആദ്യമായിട്ടാണ് ശിശുക്ഷേമ സമിതി ഇരുള നൃത്തം. അടിപൊളി. നമ്മളിപ്പോ പണിയ നൃത്തത്തിന്റെ ടീമും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. രോഷിനി, ചായ വാങ്ങി തന്നിട്ട് അതിന്റെ ഉഷാറൊന്നും കാണിച്ചില്ലല്ലോ. ഇല്ല, ഉഷാറ നമ്മള് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കൂടുതൽ ആമിന റെഡിയല്ലേ? ആർദ്ര കൂടുവല്ലേ? നമ്മുടെ പാട്ട് റെഡിയാണോ? റെഡി. അപ്പൊ തുടങ്ങാം. നമ്മുടെ ഒരു മൈക്ക് കൂടി പ്രസാദ് മൈക്ക് കൈമാറാം. ഉഗ്രം പാട്ട് വരട്ടെ, നമുക്ക് തകർക്കണം. പിന്നെ ദിലീപ് ദേവസ്യ വരൂ. ഇങ്ങനെ മാറി നിൽക്കാറൊന്നും നമ്മൾ സമ്മതിക്കത്തില്ല. അതാണ്, നമ്മൾ ജോലി ചെയ്യുകയും വേണം, നമ്മൾ എല്ലാവരെയും ജോലി ചെയ്യിപ്പിക്കുകയും വേണം. അതാണ് എന്റെ ഒരു പോളിസി. അതെ, തീർച്ചയായിട്ടും. അത് മനസ്സിലായി കാണുമല്ലോ അല്ലേ? പിന്നാമ്പുറത്തെന്നല്ല, നമ്മൾ എല്ലാവരും മുന്നണിയിലാണ്. ഉമ്മറത്താണ്. എല്ലാവരും ഉമ്മറത്ത് നിൽക്കുന്ന ഒരു കിനാശേരി. അതാണ് നമ്മുടെ സ്വപ്നം. അങ്ങനല്ലേ? അതെ, എല്ലാവരും കൂടെ ഫുൾ ഓൺ, ഫുൾ വൈബ് അല്ലേ? നമ്മുടെ അരുൺ സോളമൻ റെഡി, നമ്മുടെ ഫുൾ ടീം, ക്യാമറ ടീം റെഡി. ഉഷാറല്ലേ? എന്നാ ഒരു ആർപ്പോ. അപ്പൊ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ട്രൈബൽ സ്കൂളിലെ കുട്ടികൾ നമുക്കൊപ്പം ചേരുകയാണ്. മുത്തമ്പൂതക്കാലവും മുത്തമിട്ട നേരം പൊലിസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയേ. മുത്തമ്പൂതക്കാലവും മുത്തമിട്ട നേരം പൊലിസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയേ. കാണാത്ത ചിറകുള്ള തേരി മരത്തിൻ കളിത്തോടി മേളത്തിൽ തപ്പും കൊട്ടി പാടി താളത്തിൽ ചാഞ്ചാടി. മുത്തമ്പൂതക്കാലവും മുത്തമിട്ട നേരം പൊലിസിട്ട മോഹങ്ങൾ എഴുന്നള്ളും ഇതുവഴിയേ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊന്മല നെയ്യ്. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊന്മല നെയ്യ്. തേൻ വണ്ടു ഞാൻ അലരേ, തേൻ വണ്ടു ഞാൻ. കുയിലിനെ തേടി പുതിയ
കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു പിന്നാരം ചോദിക്കാം, ഞാനൊരു പിന്നാരം ചോദിക്കാം. കുയിലിനെ തേടി കുതിച്ചു പായും മാര പട്ടുകുപ്പായക്കാര നിന്നോട് ഞാനൊരു പിന്നാരം ചോദിക്കാം, ഞാനൊരു പിന്നാരം ചോദിക്കാം. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്ന. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിരുന്നു വിരുന്നു വിളിച്ചു, വിരുന്നുകാരാ 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 വന്നാട്ടെ, വിരുന്നുകാരാ 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 വന്നാട്ടെ. ഊത്തപ്പം വേണോ വെണ്ണെ ബോണ്ട വേണോ, ഇത്താപ്പ് ചേട്ടൻ തന്ന പുട്ടി വേണോ, ഊത്തപ്പം വേണോ വെണ്ണെ ബോണ്ട വേണോ, ഇത്താപ്പ് ചേട്ടൻ തന്ന പുട്ടി വേണോ, കദളി പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് തന്നീട പാൽപായസം. തിന്നെ വെണ്ണേ ആ വേണേ തിന്നെ, വേണ്ട വേണ്ട അബോടി വെണ്ണേ. ഊത്തപ്പം വേണോ വെണ്ണെ ബോണ്ട വേണോ, ഇത്താപ്പ് ചേട്ടൻ തന്ന പുട്ടി വേണോ, ഊത്തപ്പം വേണോ വെണ്ണെ ബോണ്ട വേണോ, ഇത്താപ്പ് ചേട്ടൻ തന്ന പുട്ടി വേണോ. തെയ്യോ തിനന്തിനോ തെയ്യന്താര തകതിമി, തെയ്യോ തിനന്തിനോ തെയ്യന്താര, തെയ്യോ തിനന്തിനോ തെയ്യന്താര തകതിമി, തെയ്യോ തിനന്തിനോ തെയ്യന്താര. ആദിത്യതാര ആദിത്യതൈ ആദിത്യതാര ആദിത്യതൈ, ഞാനും എൻ്റെ അളിയനും കൂടി വീട്ടുവരമ്പേ പോകുമ്പം വീട്ടിൽ വരമ്പത്തൊരു ചേനത്തണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ ചെറുപടി പോലൊരു കുറുപടി കൊണ്ട് എൻ്റെ അമ്മോ തിന്നേ. ആദിത്യതാര ആദിത്യതൈ ആദിത്യതാര ആദിത്യതൈ, കാര്യം നടത്താൻ നാട്ടാരി തൂക്കിക്കൊല്ലാൻ മൈസൈറ്റ് അന്ന നമ്മൾ കൊണ്ടുപോകും കോയമ്പത്തൂരി, കാര്യം നടത്താൻ നാട്ടാരി തൂക്കിക്കൊല്ലാൻ മൈസൈറ്റ് അന്ന നമ്മൾ കൊണ്ടുപോകും കോയമ്പത്തൂര്. ആദിത്യതാര അലി അക്ബർ ഷായ, ആദിത്യതാര ആദിത്യതൈ ആദിത്യതാര ആദിത്യതൈ. കിയോം കിയോം കോഴിക്കുഞ്ഞ് പാപ്പും തോലി മുളച്ചിട്ടിൽ ആ കോഴി കൂകിയാൽ അങ്ങനെ നേരം വെളുക്കും. കിയോം കിയോം കോഴിക്കുഞ്ഞ് പാപ്പും തോലി മുളച്ചിട്ടിൽ ആ കോഴി കൂകിയാൽ അങ്ങനെ നേരം വെളുക്കും. ആദിത്യതാര ആദിത്യതൈ ആദിത്യതാര ആദിത്യതൈ. പടിപ്പുര കണ്ട കേറാൻ തോന്നും, പെണ്ണിനെ കണ്ട കെട്ടാൻ തോന്നും, പെണ്ണിന്റെ അപ്പന്റെ മോന്ത കണ്ട ചാകിട്ടാൻ തോന്നി. പടിപ്പുര കണ്ട കേറാൻ തോന്നും, പെണ്ണിനെ കണ്ട കെട്ടാൻ തോന്നും, പെണ്ണിന്റെ അപ്പന്റെ മോന്ത കണ്ട ചാകിട്ടാൻ തോന്നി. ഒരു ചെറിയ ഇടവേള, ഇവിടെ തന്നെ തുടർന്നോളൂ. കാഴ്ചകൾ ഒരുപാടാണ്, വൈഭോത്സവമാണ്, അനന്തപൂരമാണ് കോഫി സിറ്റിയിൽ.